വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് എസ്പെഷ്യലി ഈ പറഞ്ഞ പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ കുറയ്ക്കുക. നമ്മുടെ ബോഡി ഡെവലപ്മെൻറ്റ്സിനും മസിൽ ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. കുറേ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ലോങ് ചെയിനിനെയാണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരീരത്തിലെ DNA, RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അതൊരു പ്രോട്ടീൻ സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ റൈബോ ന്യൂക്ലിക് ആസിഡ് അതും RNA അതൊക്കെ ഒരു പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ സോഴ്സുകൾ അമിതമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കിഡ്നീൻ്റെ ലോഡ് ഓവറായിട്ട് അത് വൃക്ക തകരാറിലാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് മസിൽ വേസ്റ്റിങ്ങും മസിൽ ടിച്ചിങ്, ബോൺ പെയിൻ, ഹെയർ ഫോള്, സ്കിന്നിൽ ഡ്രൈനെസ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. യോഗട്ടിൽ നന്നായിട്ട് കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബോൺ ഡെവലപ്മെൻറ്റ്സിനും അതേപോലെ തന്നെ ബോൺ ഓസ്റ്റിയോപോറോസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള യോഗട്ട് നല്ലതാണ്. നമ്മുടെ ശരീര ഡെവലപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡെവലപ്മെൻറ്റ്സിനും മസിൽ ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോഴാണ്, ഇപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മിക്ക ആഹാരങ്ങളിലും പ്രോട്ടീൻ സോഴ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് മസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഹെയർ, സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസുകളൊക്കെ വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, മുടി ഒഴിച്ചിലുണ്ടാവുക, സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് മസിൽ വേസ്റ്റിംഗ് സംഭവിക്കുക, മസിൽസിന് വീക്ക്നെസ് വരിക, മസിൽ പെയിൻ സംഭവിക്കുക, ജോയിൻറ്റ് പെയിൻസ്, ബോൺ പെയിൻ, അങ്ങനെ ഒരു പെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പ്രോട്ടീൻ ആഹാരങ്ങൾ എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. അമിനോ ആസിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഫങ്ഷൻസ്, എസ്പെഷ്യലി ഈ എൻസൈമാറ്റിക് റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ പല കെമിക്കൽ കോർഡിനേഷൻസിനൊക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള എൻസൈമാറ്റിക് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ്, കുറേ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ലോങ് ചെയിനിനെയാണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരീരത്തിലെ DNA, RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അതൊരു പ്രോട്ടീൻ സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ റൈബോ ന്യൂക്ലിക് ആസിഡ് അതും RNA അതൊക്കെ ഒരു പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ആണ്. DNA എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജെനറ്റിക് മെറ്റീരിയലാണ്, നമ്മളിപ്പോൾ ഒരു മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻസ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ DNA അതും ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ്. അപ്പോൾ ശരീരത്തിലെ എല്ലാ ഏരിയാസിലും നോക്കുന്ന സമയത്തായാലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ സോഴ്സുകളുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ ശരീരത്തിൽ മസിൽ ഡെവലപ്മെൻറ്റ്സിനും ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ സ്കിൻ ഫങ്ഷനിങ്ങിനും സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊളാജിൻസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. എന്നാൽ ഈ പ്രോട്ടീൻ്റെ ഇൻടേക്ക് അമിതമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടും, അതിൻ്റെതായ ലക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ഒരു 25 to 30 grams അത് മതി നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ കൂടുതലാകുമ്പോഴാണ് നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഇപ്പം പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ, ഇപ്പം മസിൽ ബിൽഡപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ പൗഡറൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് യൂറിക് ആസിഡിൻ്റെ ഒരു കോമൺ ഇഷ്യൂസ് കാണാറുണ്ട്. അതേപോലെ തന്നെ ക്രിയാറ്റിനിൻ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അവിടെ കിഡ്നിയുടെ ലോഡ് ഓവർ ആകുമ്പോൾ ഈ പ്രോട്ടീൻ സോഴ്സുകൾ അമിതമായിട്ട് നമ്മൾ കഴിക്കുമ്പം കിഡ്നീൻ്റെ ലോഡ് ഓവറായിട്ട് അത് വൃക്ക തകരാറിലാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് മസിൽ വേസ്റ്റിങ്ങും മസിൽ ടിച്ചിങ്, ബോൺ പെയിൻ, ഹെയർ ഫോള്, സ്കിന്നിൽ ഡ്രൈനെസ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് ഈ പ്രോട്ടീൻ, ഇപ്പം പലരും ചോദിക്കാറുണ്ട്, ഈ നിങ്ങളിപ്പം വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ എഗ്ഗ് നമുക്ക് കഴിക്കാം. എഗ്ഗ് ഒരു എഗിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എഗ്ഗ് കഴിക്കാമെന്ന് പറയും. പക്ഷേ ഈ എഗ്ഗ് കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ സോഴ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേ പേഷ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് നമുക്ക് യോഗേർട്ട് കഴിക്കാവുന്നതാണ്. യോഗേർട്ട് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ തൈര് തന്നെയാണോ യോഗേർട്ട് എന്ന് പറയുന്നത്?
കുറച്ചുകൂടി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഒരു ഡയറി പ്രൊഡക്റ്റ് ആണ് യോഗേർട്ട് എന്ന് പറയുന്നത്. അത് പ്ലെയിൻ യോഗേർട്ട് കഴിക്കുക, എസ്പെഷ്യലി ഗ്രീക്ക് യോഗേർട്ട് ഉൾപ്പെടുത്തുക. ഈ പറഞ്ഞിട്ടുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടുകൾ അവോയ്ഡ് ചെയ്യുക. യോഗേർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗട്ട് ഹെൽത്ത് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതൊരു ഗുഡ് പ്രോബയോട്ടിക് ആണ്, അതായത് ഗട്ടിലേക്കുള്ള നല്ല ബാക്ടീരിയാസിന് സപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള യോഗേർട്ടുകളാണ്. ഫ്ലേവേർഡ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടി പ്ലെയിൻ യോഗേർട്ട് നമ്മൾ സാലഡിലും മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ യോഗേർട്ടിൽ നന്നായിട്ട് കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബോൺ ഡെവലപ്മെൻറ്റ്സിനും അതേപോലെ തന്നെ ബോൺ ഓസ്റ്റിയോപോറോസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള യോഗേർട്ട് നല്ലതാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒരു മേജർ സോഴ്സ് ആയതുകൊണ്ട് തന്നെ മസിൽ ഡെവലപ്മെൻറ്റ്സിനും ഹെയർ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ യോഗേർട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. രണ്ടാമത്തേത് പരിപ്പ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് വെജിറ്റബിൾസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ മിക്ക ഡേയ്സിലുകളിലും യൂസ് ചെയ്യുന്ന ഒന്നാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് എസ്പെഷ്യലി കാൽഷ്യം മെഗ്നീഷ്യം പോലത്തെ മിനറൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒരു മേജർ സോഴ്സ് ആണ്. അത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മസിൽ ഡെവലപ്മെൻറ്റ്സിനും ബോൺ വെയിറ്റ് കൂട്ടാനും അതേപോലെ തന്നെ ബോഡി വെയിറ്റ് കൂട്ടാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് എസ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ കുറയ്ക്കുക. മൂന്നാമത്തേത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് നമുക്കിപ്പോൾ മാംസാഹാരങ്ങളിൽ കുറച്ചുകൂടി കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ്. ചിക്കൻ യൂഷ്വലി നമ്മളിപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചിക്കൻ നമുക്ക് അതിൻ്റെ ആ ഒരു കറി ഫോമിൽ കഴിക്കുക, ഫ്രൈഡ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എയർ ഫ്രൈയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അതായത് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അതിലേക്ക് കൂടുതൽ ഓയിലൊന്നും ആഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചുട്ടെടുത്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇപ്പം നിങ്ങൾ കടയിലൊക്കെ പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ചിക്കൻ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൂടുതൽ സാലഡുകൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷൻസ് ലൈക്ക് അതൊരു ഫാറ്റ് പ്രോട്ടീൻ ഇതൊരു ഫൈബർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു മിക്സഡ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതിൽ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസ് കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതിൽ പ്രോട്ടീൻ സോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഫ്രൈഡ് ഫോം അവോയ്ഡ് ചെയ്തിട്ട് കറി ഫോം അല്ലെങ്കിൽ ബോയിൽഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. നാലാമത്തേത് ഈ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങൾ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളിൽ തന്നെ വരുന്നത് കടല, ചെറുപയർ, പരിപ്പ്, മുതിര ഇങ്ങനത്തെ ധാന്യങ്ങൾ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അതിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ സോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, വൈറ്റമിൻ ഡി ധാരാളം ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് നന്നായിട്ട് സാലഡുകളിൽ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്, വയറ് ഫുൾഫിൽ ചെയ്യും. പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് അത്ര അറിയത്തുമില്ല, വെയിറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ കടല പരിപ്പ് കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. അഞ്ചാമത്തേത് നമുക്ക് ഡയറി പ്രൊഡക്ട്സിൽ വരുന്ന ഒന്നാണ് പനീർ. മിക്ക വെജിറ്റേറിയൻസും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് പനീർ. മേജർ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് പനീർ. അത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ബട്ടർ മസാലയാക്കിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ട് അത് ആ ഒരു കറി ഫോമിൽ കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് പുലാവിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ബട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നോക്കുക, അതിൻ്റെ എക്സ്പയറി കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ഡേറ്റ് കാര്യങ്ങൾ നോക്കുക. ഇത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ അത് എക്സ്പയർ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പർച്ചേസ് ചെയ്യുന്ന സമയത്തായാലും നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം പനീറൊക്കെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരു ഫുഡ് ഐറ്റംസിൽ ഡെയിലി ബേസിസിൽ കൊടുക്കാവുന്നതാണ്. ആറാമത്തേത് നമുക്ക് ബദാം, നട്ട്സുകളിലും സീഡ്സുകളിലും ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്ന ബദാം ഡെയിലി ബേസിസിൽ കഴിക്കുക. അത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. കാരണം ബദാം സോക്ക് ചെയ്ത് കഴിക്കുമ്പം അതിൽ ആ ഒരു ഫൈറ്റിക് ആസിഡ് കണ്ടൻറ്റ് വെള്ളത്തിൽ ഡിസോൾവ് ആവുകയും ആ ഒരു ടോക്സിസിറ്റി അതിലൂടെ ഡിസോൾവ് ആയി പോവുകയും അതിൻ്റെ ആ ഒരു ഫൈബർ ക്വാളിറ്റി അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വയറ് ഫുൾഫിൽ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. മറ്റുള്ള നട്ട്സിൻ്റെ കൂടെയും കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് ഹെൽപ്ഫുള്ളാണ്. ഫ്രൂട്ട് സാലഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. ഫൈബർ ക്വാളിറ്റിയും പ്രോട്ടീൻ്റെയും കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് നിറയാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ആയാലും ഈ ബദാം സോക്ക് ചെയ്ത് ഡെയിലി കഴിക്കുക. ഏകദേശം ഒരു 4 മുതൽ 5 ബദാംസ് വരെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. കാഷ്യൂ അധികം കഴിക്കേണ്ടതായിട്ടില്ല, അത് കുറച്ചുകൂടി കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാഷ്യൂ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഏഴാമത്തെ ഒരു വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള സീഡ്സ്, എസ്പെഷ്യലി
പംകിൻ സീഡ്സുകൾ ധാരാളം കഴിക്കുക. അതിന് ഒരു മേജർ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കറക്റ്റ് ചെയ്യാൻ, ലൈക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതേപോലെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ദെൻ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് ലൈക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്ചുർ ഇജാക്കുലേഷൻ, ഉദ്ധാരണക്കുറവിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഈ പറയുന്ന സീഡ്സ്, എസ്പെഷ്യലി പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കേണ്ടതായിട്ടില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സുകൾ, എസ്പെഷ്യലി മിൽക്ക് ഒരു മേജർ പ്രോട്ടീൻ സോഴ്സ് ആണ്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള പനീർ, യോഗേർട്ട്, തൈര്, മോര് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതൊക്കെയാണ് മെയിൻലി നമ്മളിപ്പം ഒരു പ്രോട്ടീൻ സോഴ്സുകൾ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാം. എഗ്ഗിൻ്റെ ഒരു മേജർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. ഏകദേശം ഒരു 2.5 to 3.5 grams പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റ്സുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ നീർക്കെട്ടുകൾ, ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും. കൊളസ്ട്രോൾ കൂട്ടുമോ എന്നുള്ള സംശയം ഉണ്ടാവും. കാരണം ഇതിൽ ഫൈബർ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് കൊളസ്ട്രോൾ കൂട്ടും എന്നുള്ള ഒരു മിഥ്യാധാരണ ഉള്ളത്. പ്രോട്ടീൻ ഫാറ്റ് കോമ്പിനേഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാം. ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. ഫ്രൈഡ് ഫോം അവോയ്ഡ് ചെയ്യുക. കാരണം അതിൻ്റെ ആ പ്രോട്ടീൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുകയും, ഓവർ ഹീറ്റ് ചെയ്യരുത്. 5 മിനിറ്റിൽ കൂടുതൽ നമ്മൾ അതിനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ സംഭവിക്കും. അപ്പോൾ അതിൽ കിട്ടുന്നത് ഒരു വേസ്റ്റ് സാധനമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മളൊരു മേജർ സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കാവട്ടെ മുതിർന്ന ആളുകൾക്കാവട്ടെ എല്ലാവർക്കും ഒരേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ആഹാരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡെഫിഷ്യൻസീസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ടാബ്ലറ്റ്സ് കാര്യങ്ങൾ മെഡിസിൻസിന് ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം നന്നായിട്ട് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്